ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ടാണ്. അതായത് ലോങ് പ്രോസസ്സായിട്ട് ഏകദേശം ഒരു 1 മന്ത് എടുക്കുന്ന ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് 2-3 ദിവസം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിട്ടാണ്. അതായത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാനിപ്പോൾ താമസിക്കുന്നത് ഇസ്രയേലിലാണ്. അപ്പോൾ ഇസ്രയേലിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും അതായത് എംബസി ഇൻ്റർവ്യൂവിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കും വേണ്ടിയിട്ട് ഒരു ക്യാപ്സ്യൂൾ പരുവമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരു ഏജൻസിയിൽ പോകുമ്പം അവർ നിങ്ങൾക്ക് 1 മാസത്തോളം ക്ലാസ് എടുക്കും, നിങ്ങൾക്ക് നോട്ടുണ്ട്, നിങ്ങളത് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ക്യാപ്സ്യൂൾ രീതിയിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പം 1 മാസം കൊണ്ട് നമുക്ക് ഈ ഒരു വലിയ ബാല്യകാല മല എന്ന് വിചാരിക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാപ്സ്യൂൾ പരുവത്തിൽ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു 100% നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. അതിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട എന്താണ്? കോൺഫിഡൻസ്. എന്ത് വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ തളരില്ല. ചെറുപുഞ്ചിരിയോടുകൂടി എന്തിനെ നമ്മൾ നേരിടും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളിലുണ്ടായാൽ മതി. നമ്മളെ തളർത്താൻ പലരും ഉണ്ടാവും. അപ്പം പറയും യോ ഇൻ്റർവ്യൂ പാടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ ഒന്നുമില്ല, നമ്മുടെ മനസ്സിൽ നമ്മൾ വിജയിക്കും, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഒന്നിനെയും നമുക്ക് പേടിക്കേണ്ട കാര്യം ഇല്ല. അതുപോലെ ഇതിൽ നമുക്ക് ഒരു 2 ദിവസം കൂടുമ്പോൾ ഇടാം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അപ്പം ഇതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഗ്രാമർ വൈസ്ഡ് അല്ല. വാസ, ഹാസ, ഷില്ല, ഷാല, വുഡ് സംഭവങ്ങളൊന്നുമേ നമുക്ക് പ്രശ്നമല്ല. അതൊക്കെ മാറ്റി വയ്ക്കുക. അവരെന്താണോ ഇൻ്റർവ്യൂവർ എന്താണോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം നമുക്കുണ്ടായാൽ മതി. അതനുസരിച്ചിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് ആൻസർ പറയും. അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. അതായത് ഹീബ്രു ഉണ്ട്, മെഡിക്കലുണ്ട്, ഇസ്രയേലിൻ്റെ ലോ ഉണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്തെ കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മളോട് കൂടുതലും അവർ ചോദിക്കുന്നത്. ഇതൊക്കെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് നമ്മളൊന്ന് പഠിച്ചു വെച്ച് നമ്മളൊരു റൂട്ട് ഒരു തിരക്കഥ പോലെ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അവരെവിടുന്ന് ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ പറ്റും. അതുപോലെ നമ്മൾ ഉത്തരം പറയുന്ന ഒരു എസ്സേ പോലെ ഉത്തരം പറയണ്ട. ജസ്റ്റ് ഇത് കോൺവെർസേഷൻ പോലെ നമ്മൾ പറഞ്ഞാൽ മതി. അവർ നമ്മളോട് ചോദിക്കുന്നു, നമ്മൾ അതിനുള്ള ആൻസർ പറയുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതൊരു ബുദ്ധി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ അല്ല. നമുക്ക് ഇവിടെ വന്ന് നമ്മൾ വരുന്നത് എന്താണ്? കെയർ ഗീവറായിട്ടാണ് വരുന്നത്. അപ്പം നമുക്കിവിടെ വന്നിട്ടുള്ള ഒരു പ്രായോഗിക ബുദ്ധി ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റിംഗ് ആണ് ഇവർ നടത്തുന്നത്. അതായത് ഇപ്പോൾ ഒരു ചങ്കിന് വേദന വന്ന ഒരു എംപ്ലോയർ വീണു, പുള്ളിക്ക് വലതുവശത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, ഇടതുവശത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും ഉണ്ടോ എന്നാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് അവർ സിറ്റുവേഷനായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അല്ലാതെ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ തത്തമ്മേ പൂച്ച എന്ന് പറയുന്ന പോലെ കാണാപ്പാടം പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് പഠിക്കും. പക്ഷേ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഗ്രാമർ പ്രശ്നമല്ല, ഇംഗ്ലീഷ് പ്രശ്നമല്ല. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ വിജയം 100% ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇൻ്റർവ്യൂ പാസ്സായി നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷനായ ഇസ്രയേലിലേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു. അപ്പോൾ പിന്നെ വാചകം അടിച്ച് നമുക്ക് സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ നിന്ന് തുടങ്ങാം. അതായത് ടെൽ മീ സംതിങ് എബൌട്ട് യുവർ സെൽഫ്. അവിടെ ഞാൻ ഡാഷ് ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ പൂരിപ്പിച്ച് എഴുതി പഠിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഇൻ്റർവ്യൂവർ നമ്മളോട് ഇതിനകത്തുനിന്ന് സംബന്ധിച്ച് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കും. നമുക്കൊരു തപ്പലോ തടയലോ ഒന്നും വരത്തില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഫസ്റ്റിൽ തന്നെ പഠിച്ചു വെക്കണമെന്ന് പറയുന്നത്. എംപ്ലോയർ ID നമ്പർ, ഇത് നമുക്ക് ജോബ് ഓർഡർ വരുമ്പം കിട്ടുന്നതാണ്. എംപ്ലോയറിൻ്റെ ID നമ്പർ അത് നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ പാസ്പോർട്ട് നമ്പർ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. എന്ത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇസ്രയേലിലേക്ക് പോകുന്നത് എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഒന്നും നോക്കണ്ട, നമ്മൾ എന്ത് ജോലിയായിട്ടാണ്? കെയർ ടേക്കർ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ടു വർക്ക് ആസ് എ കെയർ ടേക്കർ, അതത്രയും മാത്രം പഠിച്ചു വയ്ക്കുക.
ഇസ്രയേലിലേക്ക് കെയർ ടേക്കറായിട്ട് വരുന്നതിന് വേണ്ടി നമുക്ക് കിട്ടുന്ന വിസ B1 എന്ന് പറയുന്ന വർക്ക് വിസയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ള ആൻസർ നമ്മൾ ഏത് ഏജൻസിയിലാണോ ക്ലാസ് കൂടുക ആ ഏജൻസിയുടെ പേരാണ് പറയേണ്ടത്. എങ്ങനെയാണ് നിങ്ങൾ ഈ മുംബൈയിലെ ഏജൻസി കണ്ടുപിടിച്ചതെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, അല്ലെങ്കിൽ പത്രത്തിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കണ്ടു, സോഷ്യൽ മീഡിയയിൽ കണ്ടു, അങ്ങനെ ആണ് നമ്മൾ ഈ മുംബൈയിലെ ഏജൻസി കണ്ടുപിടിച്ച് അവരെ ഫോൺ വിളിച്ച് ഇവിടെ ക്ലാസ്സിന് വന്നതെന്നാണ് അവരോട് പറയേണ്ട ആൻസർ. നമുക്ക് 1 മാസമാണല്ലേ ട്രെയിനിങ് സെൻറ്ററിൽ ക്ലാസ് ഉള്ളത്. അപ്പോൾ ആ ട്രെയിനിങ് സെൻറ്ററിൽ നമുക്ക് 1 മാസത്തിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. അതായത് മെഡിക്കലിനെ കുറിച്ച് പഠിപ്പിക്കും ബേസിക്കായിട്ട്, പിന്നെ ഹീബ്രു പഠിപ്പിക്കും, പിന്നെ ഇസ്രയേലിൻ്റെ ലോ പഠിപ്പിക്കും. അപ്പോൾ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം നമ്മൾ പറയണം. നമ്മളെ മുംബൈയിൽ ഏജൻസിയിൽ ട്രെയിനിങ് തരുന്ന ട്രെയിനറുടെ പേരാണ് പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഇസ്രയേലിലേക്കുള്ള ജോലി തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഗുഡ് സാലറി കിട്ടും. അതുപോലെ തന്നെ ആ സാലറി കിട്ടുന്നത് തന്നെ നമ്മുടെ ഫാമിലിയെ രക്ഷപ്പെടുത്താനും അതുവഴി നമുക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്താനും സാധിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് ഗുഡ് സാലറി എന്നുള്ളതാണ്.